മുറിവ് എന്ന ആൽബത്തിന് പിന്നാലെ ഭീഷണിയും സൈബർ ആക്രമണങ്ങളും നേരിടുന്നുവെന്ന് ഗായിക ഗൗരി ലക്ഷ്മി റിപ്പോർട്ടറിനോട്. ബാല്യത്തിൽ നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങൾ ഗൗരി കോഫി വിത്ത് അരുണിലൂടെ പങ്കുവച്ചു. മക്കളെ കേൾക്കാനും അവർക്ക് സ്പേസ് നൽകാനും മാതാപിതാക്കൾ ശ്രദ്ധിക്കണമെന്നാണ് ഗൗരി പറയുന്നത്. എന്റെ പേര് പെണ്ണ്, എനിക്ക് വയസ്സ് 8. സൂചി കുത്താനിടമില്ലാത്ത ബസ്സിനുള്ളിൽ അന്നെന്റെ കൊക്കിൽ തപ്പി വന്നവന്റെ പ്രായം 40. റിപ്പോർട്ടർ ടിവിയുടെ 14ാം വാർഷികാഘോഷ വേദിയിൽ മുറിവെന്ന ആൽബത്തിലെ ഗാനങ്ങൾ പാടിയ ശേഷമാണ് ഗായിക ഗൗരി ലക്ഷ്മിക്ക് സൈബർ ബുള്ളിയിങ് നേരിടേണ്ടി വന്നത്. ആ പാട്ട് നല്ലതാണ് മോശമാണ് എന്നുള്ള കോൺവെർസേഷൻ ഇസ് വെരി ഹെൽത്തി. അത് ആവശ്യമാണ്. ആസ് എ മ്യൂസീഷ്യൻ, പെണ്ണായിട്ട് ജനിച്ച് പെണ്ണായിട്ട് ജീവിക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ എൻ്റെ പേഴ്സണൽ അനുഭവം ഞാൻ എഴുതി വെച്ചിരിക്കുകയാണ് അതിൽ. പക്ഷേ ഇവിടെ ഇപ്പം ഒരാഴ്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഭയങ്കരമായിട്ടുള്ള പേഴ്സണൽ അറ്റാക്കും നമ്മുടെ ക്യാരക്ടർ അസാസിനേഷനും ഭീഷണികളും എന്താ പറയുക, ഭയങ്കരമായിട്ടുള്ള എന്തൊക്കെ രീതിയിൽ ഒരാളെക്കുറിച്ച് മോശമായിട്ട് സംസാരിക്കുക, അതൊക്കെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് അടിക്കുന്നുണ്ട്. കുട്ടിക്കാലത്ത് നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങളും ഗൗരി കോഫി വിത്ത് അരുണിലൂടെ പങ്കുവച്ചു. ഞാൻ റെഗുലർലി പോയിരുന്ന ഒരു വീടാണ്. കളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 3-4 കുട്ടികൾ ഒരുമിച്ച് കളിക്കാൻ പോവുക. അങ്ങനെ പോയ വഴിക്ക് കഴിഞ്ഞ വെക്കേഷൻ വരെ നമ്മളോട് വളരെ സ്നേഹത്തോടു കൂടി നമ്മുടെ കൂടെ കളിച്ചിരുന്ന, നമ്മുടെ കൂടെ വളരെ നോർമലായിട്ട് പെരുമാറിയിരുന്ന ഒരാൾ പെട്ടെന്ന് ആവശ്യമില്ലാത്തൊരു എന്തൊക്കെയോ വേറെ ആയിട്ട് ചെയ്യുന്നു. നമ്മുടെ അടുത്തുനിന്ന് മാറുന്നില്ല, ഒരു സൈഡിലോട്ട് നമ്മളെ ഒറ്റയ്ക്ക് കൊണ്ടുപോകാൻ നോക്കുന്നു എന്നുള്ളൊരു പ്രവൃത്തി കണ്ടപ്പോൾ എനിക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലായിട്ട് ഞാൻ ആ വീട്ടിൽ പോകുന്ന നിർത്തുമായിരുന്നു. കുട്ടികളെ കേൾക്കാൻ മാതാപിതാക്കൾ തയ്യാറാകണമെന്നും ഗൗരി ലക്ഷ്മി പറഞ്ഞു. നിങ്ങളുടെ കുട്ടികൾ എപ്പോഴും അവർക്ക് സംസാരിക്കാനുള്ള സ്പേസ് ഒരുക്കുക. അവരെന്തുവെന്ന് പറഞ്ഞാലും അവരെ കേൾക്കാൻ എപ്പോഴും തയ്യാറാവുക. കാരണം ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സഹായിക്കാൻ പറ്റുന്നത് പാരൻസിനും ടീച്ചേഴ്സിനുമാണ്. റിപ്പോർട്ടർ, കൊച്ചി.